നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ ലഭിക്കാവുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, സ്ഥിരമായിട്ട് വ്യായാമം ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യം നമുക്ക് അറിയാം. കാരണം നമ്മുടെ നാടുകളിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്ക് എന്തായാലും നമ്മളിന്ന് പ്രത്യേക മാറ്റങ്ങൾ അവരെ നടത്തത്തിലും അവരെ ടോട്ടലി ഒരു ഫിസിക്കൽ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ഥിരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫീൽ യങ്ങർ. നമുക്കറിയാം, ഈ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് 30, 40, 50 ഒക്കെ വയസ്സുണ്ടെങ്കിൽ പോലും വളരെ ചെറുപ്പമായിട്ട് തോന്നുന്ന ആളുകളുണ്ടായിരിക്കാം. അങ്ങനെ ചില ജെൻസ് ഉണ്ടായിരിക്കാം, ചില ലേഡീസ് ഉണ്ടായിരിക്കും, നല്ല ചിലപ്പോ 2, 3 മക്കളെ അമ്മയായിരിക്കാം. പക്ഷെ എന്താണ്, അവരെ ചിലപ്പോ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വളരെ യങ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന് പ്രധാന കാരണം എക്സസൈസ് ആണ്. ഇത്രയുള്ളൂ. ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാം. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് മാറ്റി വെച്ചാല് നിങ്ങളൊരു 10 വയസ്സ്, ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് വ്യായാമം ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ വയസ്സ് ഒരു 10 കൊല്ലെങ്കിലും കുറഞ്ഞതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. ഇത് തമാശക്ക് പറയുന്നതല്ല. ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് നിങ്ങളെ ഏജ് എന്തായാലും ഒരു 6 മാസം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 വയസ്സ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് കോൺഫിഡൻസ് ഇൻക്രീസ്. നമുക്കറിയാം, ഈ ചില ചോദിക്കും എന്താണ് എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസിന്റെ ടോട്ടലി ഒരു റിസൾട്ട് ഇൻക്രീസ് കോൺഫിഡൻസ് ആണ്. നമ്മൾ ആത്മവിശ്വാസം കൂടും. ആത്മവിശ്വാസം എന്താണ്, പെട്ടെന്ന് നടക്കേണ്ടി വരിക, ഒന്ന് ഓടേണ്ടി വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു വളരെ വേഗതയിൽ എത്തിപ്പെടാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. ടോട്ടൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നിങ്ങൾക്ക് സ്വന്തം രീതിയിൽ പോകാൻ. ഇപ്പൊ പ്രായമുള്ള ഇത് കേൾക്കുന്നത് പ്രായമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കൂടെ വേണ്ടി വരും, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്കുക. ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും. ടോട്ടലി കോൺഫിഡൻസ് വർദ്ധിക്കും. മറ്റൊന്നാണ് ഹാപ്പി ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ പല ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറുന്നത്. ഇപ്പോ ദേഷ്യത്തിന് പല ഹോർമോണുകളുണ്ട്, എന്നാല് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ടോട്ടലി ഒരു മനസ്സിന് റിലാക്സേഷൻ ഫീൽ ചെയ്യും. എപ്പോഴും ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. ചില ആളുകളുണ്ടാവും, വെറുതെ ഇങ്ങനെ അസ്വസ്ഥരായിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. വെറുതെ ചിലപ്പോൾ മനസ്സെന്തെങ്കിലും അസ്വസ്ഥതയുള്ള സമയത്തൊക്കെ നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒരു 1/2 മണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ട് ഒന്ന് വരികയാണെങ്കിൽ നമ്മൾ ടോട്ടലി എന്ത് ചെയ്യും, നമ്മൾ ഹാപ്പി ഹോർമോൺസ് വർക്ക് ചെയ്യും. നമ്മുടെ ടെൻഷൻസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹാപ്പി ഒരു മൂഡ് കൂടാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ഫീൽ പ്രൗഡ് മൈസെൽഫ്. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനം തോന്നും. കാരണം ചില ഘട്ടങ്ങളില് നമുക്കറിയാം, നമ്മള് ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ തരണം ചെയ്യാം. ചെറുപ്പം അല്ലെങ്കിൽ യുവത്വം, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ മസിൽസ് ഒക്കെ ഒന്നും ചെയ്യാൻ വരും, പിന്നെ പ്രായാധികം വരുന്ന ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സ്വയം ഒരു അഭിമാനം തോന്നും. നിങ്ങൾക്ക് നിങ്ങളെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത് വേറെ ചിലപ്പോൾ നിങ്ങൾ സമപ്രായക്കാരെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളായിരിക്കും യങ് തോന്നും. മനസ്സിലാകുമ്പോ നിങ്ങളതേ പ്രായക്കാരെ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങളെ ചെറുപ്പം തോന്നും. അല്ലെങ്കിൽ നിങ്ങളെ സമപ്രായക്കാരെ സ്ഥലത്ത് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യും, ഒരു പ്രൗഡ് മൈസെൽഫ് എന്നൊരു കണ്ടീഷനിലേക്ക് നിങ്ങൾ മാറും. മറ്റൊന്നാണ് ഈ നിങ്ങളെ ഫാമിലികൾ എന്ത് ചെയ്യും, നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. അതായത് ഫാമിലി റെസ്പെക്ട് യുവർ ഡിസിപ്ലിൻ. അതായത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് തുടക്കത്തിലൊക്കെ ഫാമിലി ചിലപ്പോൾ കളിയാകാം, ചിലപ്പോൾ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് 5-6 മാസം, ഒരു വർഷം കഴിഞ്ഞാല് നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളെ വിജയത്തിൽ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റു ഫാമിലി മെമ്പർമാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നും. മാത്രമല്ല, നിങ്ങൾ അച്ചടക്കത്തോടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അച്ചടക്കം എന്നുള്ള ഇത് കാണുമ്പോൾ നിങ്ങളോട് ഉള്ളിൽ ഒരു സ്നേഹം നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും കുടുംബങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ലവിങ് മൈ ബോഡി. എനിക്ക് വളരെ കൺസെപ്റ്റ് ഒന്ന് നോക്കും. ലവിങ് മൈ ബോഡി എന്ന് പറഞ്ഞാല് ഇന്ന് മിക്ക ആളുകളും ഒരു 50-55 കഴിഞ്ഞാല് ശാരീരിക അസ്വസ്ഥതകൾ വരിക. ചിലപ്പോൾ മുട്ടുകാല് വേദന, മുട്ട് ഡാമേജ് വരും, ചിലപ്പോൾ ശാരീരിക അസുഖങ്ങൾ വരും. അവർ സ്വന്തം ശരീരത്തെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക,
പ്രാകുന്ന അവസരം എന്റെ മുട്ട് ഇങ്ങനെയായി പല അസ്വസ്ഥകൾ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം മുട്ടുവേദനയിൽ നിന്ന് നിങ്ങൾക്ക് മാറാം, ബോഡി പെയിൻ നിങ്ങൾക്ക് മാറാം, ഒരുപാട് അസുഖങ്ങളിൽ നിങ്ങൾക്ക് മാറാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് കൂടുതൽ ലവ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, മോട്ടിവേറ്റ് യുവർ ഫാമിലി. യുവർ ഫാമിലി എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടിട്ടുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമ്മളെ കുടുംബങ്ങളും ഭാര്യ മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവര് നമ്മളെ വിജയം നിരീക്ഷിക്കുന്നുണ്ട്. അവർ വിജയം നിരീക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കാരണത്താൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളെ കാരണത്താൽ വീട്ടിൽ മക്കളോ ഭാര്യയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പോലെ തന്നെ എക്സസൈസ് ഘട്ടം നമ്മൾ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് എക്സസൈസ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയാണ് നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസ് കൂടും. ഈ എക്സസൈസിന്റെ ഏറ്റവും നമ്പർ 1 റിസൾട്ട് നമ്മുടെ ഡ്രസ് കോൺഫിഡൻസ് ആണ്. ഒരു 30-35 കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ, ജെൻസ് ആണെങ്കിൽ 40-45 കഴിഞ്ഞാൽ ഡ്രസ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. വയർ ചാടിയിട്ട് അല്ലെങ്കിൽ പല ഷേപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും. എന്നാല് കൺസിസ്റ്റന്റ് ആയി വ്യായാമം, ശ്രദ്ധിക്കട്ടോ, കൺസിസ്റ്റന്റ് ആയി വ്യായാമം ചെയ്യുക. ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. പട്ടിണി കിടക്കണ്ട, ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. ആഴ്ച 5 ദിവസം എക്സസൈസ് ചെയ്യുക. എന്നിട്ട് കൺസിസ്റ്റന്റ് എല്ലാ ആഴ്ചയും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങളുടെ ബോഡികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് മാറുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചുകൊണ്ട് ഒരു 5-6 മാസം മുതൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചു പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ 100% നിങ്ങൾക്ക് പറ്റും. ഇത് പലർക്കും ഒരു അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലർക്കും ഒരു വിശ്വാസം വരാത്തൊരു കാര്യമാണ്. സിമ്പിളാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് വ്യായാമം ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. ഒരു 6 മാസം മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പി ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ സാധ്യത കൂടുതൽ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സേവ് മണി, സേവ് ഹോസ്പിറ്റൽ ബിൽ. നമുക്കറിയാം, നമ്മുടെ ഈ ആശുപത്രിയിൽ കിടക്കുന്നതിൽ 60% രോഗികളും അമിതമായിട്ടുള്ള ഫുഡ്, വ്യായാമമില്ലാത്തൊരവസ്ഥ വേണം. അതായത് 60% രോഗികളെ പുറത്തിറക്കിയിട്ട് ഒരു 6 മാസം ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറും. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നത്, നമ്മളിപ്പോ നല്ല ആരോഗ്യ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് പണം ലാഭിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഇപ്പൊ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ ഭാവി നമ്മൾ കൊടുക്കുന്ന വലിയൊരു ഹോസ്പിറ്റൽ ബില്ലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് കേരളത്തിലെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മുളച്ചു പോകുന്നത്, ഇതൊക്കെ നമ്മളെ പോലത്തെ ആളുകളുടെ ആരോഗ്യം, നമ്മുടെ അവസ്ഥ കണ്ടിട്ടാണ്. അപ്പൊ അത് നമ്മൾ നിന്ന് കൊടുക്കുന്നത്. നമുക്ക് അവസരം കിട്ടുന്ന സമയത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ കൺസിസ്റ്റന്റ് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണം ഭാവി നിങ്ങൾക്ക് ലാഭിക്കാൻ നിങ്ങൾക്ക് കഴിയും. മറ്റൊന്നാണ് ഫീൽ സാറ്റിസ്ഫാക്ഷൻ. ഈ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളൊന്ന് ഹെൽത്തി ആയിരിക്കണം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ നല്ല ഹെൽത്തിന്റെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോ, കൺസിസ്റ്റന്റ് വ്യായാമം ചെയ്യുക. വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മൾ രാവിലെ ഒരു പല്ല് തേക്കുക, കുളിക്കുക, ബാത്റൂം പോകുന്ന അതുപോലത്തെ റൂട്ടീൻ പറഞ്ഞു ചെയ്യുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാജിക്കൽ ചേഞ്ചസ് വരും. നിങ്ങൾ ഭാവിയിൽ ഒരുപാട് സാമ്പത്തിക ലാഭം വരും. നിങ്ങൾ ഭാവിയിൽ ഒരുപാട് നിങ്ങൾ മനസ്സുകളും ടോട്ടലി നിങ്ങൾക്ക് നല്ലൊരു മനസ്സിൽ ശാന്തിയും സമാധാനം വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു വിഷയങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.